എല്ലാവർക്കും മാഗ്നാമെട്ര മലയാളത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് അർജുന 2.0 സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ തുടങ്ങുകയാണ്. ഓൾറെഡി നമ്പർ സിസ്റ്റത്തിൻ്റെ ക്ലാസ് നമ്മൾ 50 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു അർജുന 2.0. അത് പ്ലേലിസ്റ്റായിട്ട് അവൈലബിൾ ആണ്. നിങ്ങൾ അതിൻ്റെ ക്ലാസ്സിൽ കണ്ടിട്ടില്ലെങ്കിൽ ദയവായിട്ട് ആ ക്ലാസ്സിലൊക്കെ കാണുക. പിന്നെ നമ്മൾ സിംപ്ലിഫിക്കേഷൻ്റെ ആദ്യത്തെ ഒരു 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. വിവിധ എക്സാമുകളിൽ വന്നിട്ടുള്ള SSC എക്സാമുകൾക്കും അതുപോലെ റെയിൽവേ എക്സാമുകൾക്കും വന്നിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു അർജുന 2.0 ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ക്ലാസ്സും ഫുള്ളായിട്ട് കണ്ട് തന്നെ എൻ്റെ ഗുണം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇങ്ങനെയൊരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. a+b-c+d² - a-b+c-d² ഇതിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. ഇപ്പോൾ CGL പ്രിലിംസിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. ഇവിടെ നമുക്ക് രണ്ട് നമ്പേഴ്സിൻ്റെ സ്ക്വയറിൻ്റെ ഡിഫറൻസ് തന്നാൽ നമുക്കറിയാം a² - b² എന്ന് പറഞ്ഞാൽ എന്താണ്? ആ രണ്ട് നമ്പേഴ്സിൻ്റെ സം a+b × a-b ആണ്. ഇവിടെ a+b ചെയ്യുമ്പോൾ എന്ത് കിട്ടും? രണ്ട് ടേം കൂടെ സം എടുക്കുക. അപ്പോൾ സം എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എയും കൂടെ കൂടുന്നു 2a കിട്ടും. അപ്പോൾ a+bയിൽ 2a ഉണ്ട്. +b - b 0 ആയി, -cയും +cയും 0 ആയി, +dയും -cയും 0 ആയി. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടൈം a+b എന്ന് പറയുന്ന ഈ ടൈം നമുക്ക് എന്തേ കിട്ടും? 2a എന്നേ കിട്ടത്തുള്ളൂ. അത് ഇൻറ്റു a-b എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? a - a ക്യാൻസലായിപ്പോയി. b - b അത് 2b ആയി. -c - 2c ആയി. +d - d അത് +d +d മൈനസ് പ്ലസ് ആവും. ഇവിടെ എന്താവും? 2d ആവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2 ഫുൾ കോമൺ എടുക്കുമ്പോൾ നമുക്ക് 4a ഇൻറ്റു അവിടെ 4a ഉള്ളത് b + d - c ഓപ്ഷൻ എ നമുക്ക് ആൻസർ കൊടുക്കാം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ആ ഒരു ഫോമുല അപ്ലൈ ചെയ്യുന്ന സമയത്ത് എഴുതുമ്പോൾ ഈ ഒരു ഒറ്റ സ്റ്റെപ്പിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക. 2-3 സ്റ്റെപ്പ് എഴുതി ചെയ്യാതിരിക്കുക. ഇതുപോലെ തന്നെ ചെയ്താൽ സമയം ലാഭിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് ദ ഫോളോയിങ്. അപ്പോൾ ഇങ്ങനൊരു 113 × 87 ഇത് CGL പ്രിലിംസിന് ചോദിച്ചാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ 7 × 3 21 യൂണിറ്റ് എന്തായിരിക്കും? 1 ആയിരിക്കും. അങ്ങനെയുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ സി നമുക്ക് ആൻസർ കൊടുക്കാം. ഈ ക്വസ്റ്റ്യൻ ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 113 നമുക്ക് 100 + 13 എഴുതാം. അതുപോലെ 87 നമുക്ക് 100 - 13 എഴുതാം. അപ്പോൾ a+b × a-b a² - b² ആണ്. 100ൻ്റെ സ്ക്വയർ 10,000 - 169 അതാണ് എഴുതിയിരിക്കുന്നത് 9831. കൺസെപ്റ്റ് ഇതാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നാൽ എങ്ങനെ ചെയ്യും? അപ്പോൾ ആദ്യം നമ്മൾ ബോർഡ് മാസ് എന്ന് പറയുന്ന ആ ഒരു റൂളാണ് യൂസ് ചെയ്യുന്നത്. ബ്രാക്കറ്റ് ഓഫ്, ദെൻ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, സബ്ട്രാക്ഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഈ ഒരു ബ്രാക്കറ്റിൽ ആണ് ആദ്യം ചെയ്യേണ്ടത് 8/2. അതിന് ഡിവിഷൻ ചെയ്യണം 4. 3 × 4 12. 9 - 12 -3 ആണ്. അപ്പോൾ 3 - -3 3 - -3 3 + 3 ഓപ്ഷൻ ബി 6 കിട്ടും. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ. വാല്യൂ ഓഫ് 515 × 485. അപ്പോൾ യൂണിറ്റ് 5 ആണ് വരുന്നത്. ഓക്കെ. അപ്പോൾ 515നെ നമുക്ക് 500 + 15 എന്നും ഇനി 500 - 15 എന്നും എഴുതാം. a+b × a - b a² - b² ആണ്. അപ്പോൾ 500ൻ്റെ സ്ക്വയർ 25 40 -15ൻ്റെ സ്ക്വയർ 225. അപ്പോൾ 1000 നിന്ന് 225 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 75 അവസാനിക്കുന്നത് 775. അപ്പോൾ 775 അവസാനിക്കുന്ന ഓപ്ഷൻ ഏതുണ്ട്? ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. നമുക്ക് അങ്ങനെ ആൻസർ കൊടുക്കാം. സിമ്പിളാണ്. അത് നിങ്ങൾ എടുത്ത് ചെയ്യുവാണെങ്കിൽ 10 × 5 = 5, 9 × 2 = 7, പിന്നെ 9 ആയിരിക്കും ഒന്ന് കടമെടുക്കുമ്പോൾ. 9 × 2 = 7, 775 അവസാനിക്കുന്ന ഓപ്ഷൻ ഏതുണ്ട്? ഓപ്ഷൻ ബി ഉള്ളൂ. ഓക്കെ. എനിക്ക് അത്ര സമയം കൊടുത്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനെ തരുവാണെങ്കിൽ നമുക്ക് ആദ്യം എന്തെങ്കിലും ഡിവിഷൻ ചെയ്യണം. 625/5 25 ആണ്. 25 × 5 വീണ്ടും 625. -5 + 5 0 ആയി. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? 625. സിമ്പിളായിട്ട് ചെയ്യാം. CGL 21 ചോദിച്ചാണ്. പ്രോഡക്റ്റ് ഓഫ് ഇതിൻ്റെ പ്രോഡക്റ്റ് ഇപ്പോൾ യൂണിറ്റ് 7 3 21 ഒന്നായിരിക്കും. എല്ലാത്തിൻ്റെ 1 തന്നെയാണ് തന്നിട്ടുള്ളത്. നിരസം ഒന്നും ചെയ്യേണ്ട, ഇങ്ങനെ ചെയ്താൽ മതി. 277 എന്ന് പറഞ്ഞാൽ 300 - 23 ആണ്. 321 എന്ന് പറഞ്ഞാൽ 300 + 23 ആണ്. a² + b², a+b × a - b a² - b². അപ്പോൾ 300ൻ്റെ സ്ക്വയർ എത്രയാണ്? 9 കഴിഞ്ഞിട്ട് 1 2 3 4 0 -23ൻ്റെ സ്ക്വയർ 529. ആൻസർ എന്ത് കിട്ടും? 10 നിന്ന് 9 വരെ 1. ഇവിടെ 7 ആണ്. 7 നിന്ന് 2 പോയാൽ 9 നിന്ന് 2 പോയാൽ 7, 9 5 പോയാൽ 4, 471 അവസാനിക്കുന്നു. 7 നിന്ന് ഇപ്പോൾ എത്രയായി? 1, 9 നിന്ന് 2 7, 9 നിന്ന് 5 4, ദെൻ 8 7
അല്ല 9 ആണ് ഇവിടെ വരുന്നത്. യെസ് 9 8 യെസ് 8 ആണ്. ഓക്കെ 9 8 89 471 അല്ലെങ്കിൽ നോക്കി തന്നെ ചെയ്യാം. 89,000 90,000 നിന്ന് 529 അപ്പോൾ 89,000 സംതിങ് വരത്തുള്ളൂ. അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷനെ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇത്ര എഴുതേണ്ട ആവശ്യം പോലും ഇല്ല. സത്യത്തിൽ ഓപ്ഷൻ നോക്കാം. യൂണിറ്റ് എന്തായിരിക്കും? 1 ആയിരിക്കും വരുന്നത്. 90,000 നിന്നും 529. അപ്പോൾ 90,000 നിന്നും 500 കുറച്ചാൽ 89,500. അതിൽ നിന്ന് കുറച്ചുകൂടെ കുറയും 89,471. ഓക്കെ അങ്ങനെ ചെയ്യാം. അതായിരിക്കും ഈസി ആയിട്ടുള്ള മെത്തേഡ്. അടുത്ത അപ്പോൾ CGL-ൻ്റെ ആ ഒരു ടൈപ്പ് കഴിഞ്ഞു. ഇനി CPU-ൽ വന്ന ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇങ്ങനെ ഇത് എൻ്റെ വാല്യൂ ഡിവൈഡഡ് ബൈ 22 മൈനസ് എക്സ് പ്ലസ് 18 വാല്യൂ 43 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ ഇത് കൂട്ടുന്നതാണ്. എങ്ങനെ ഫാസ്റ്റായിട്ട് കൂട്ടുക, അതാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യത്തെ ഈ കൂട്ടുന്നതെന്ന് നോക്കി നിങ്ങൾ ഡെയിലി കാൽക്കുലേഷൻ എക്സസൈസ് ചെയ്താൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കൂട്ടാനും കുറയ്ക്കാനും എല്ലാം പറ്റും. ഇവിടെ 3 3 6 11 9 20 20 കഴിഞ്ഞിട്ട് 2 0 നമ്മൾ കൂട്ടില്ല. അപ്പോൾ 2000 ആയി. ഇനി 2020 2060 2 കൂട്ടുന്നില്ല. 2090 2100 2105 2ഉം 2107 അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒറ്റ സ്റ്റെപ്പിൽ കൂട്ടാം. അപ്പോൾ 2107 ആണ്. ഇപ്പോൾ ഡിവൈഡഡ് ബൈ വലിയ സാധനമാണ് ഈക്വൽ ടു 43. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? 43 താഴെ കൊണ്ടുവരുന്നു. അതേ ഈക്വൽ ടു 20 22 42 12 60 60 മൈനസ് എക്സ് എന്ന് എഴുതുന്നു. ബൈ 41 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 41 210 41 4 വട്ടം 172 പിന്നെ 28 28 ആണോ? 172 172 38 172 28 ആകുമ്പോൾ 200 ആയി. പിന്നെ 10 38 387 387 43 ഗുണം എത്രയാണ്? 7 വരണമെങ്കിൽ ഇവിടെ 9 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 360 27. അതെ 49 ഈക്വൽ ടു 60 മൈനസ് എക്സ് ആണ്. എക്സിൻ്റെ വാല്യൂ 60 മൈനസ് 49 11 കിട്ടും. ഓപ്ഷൻ എ നമുക്ക് ആൻസർ കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ കാൽക്കുലേഷൻ ബേസ് ചെയ്തിട്ടുള്ളതാണ്. വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇത് ഓൾജിബ്ര ബേസ്ഡ് ഒരു ക്വസ്റ്റൻ ആണ്. 0.74 ഇൻറ്റു 1.23 ഇൻറ്റു 0.13 ഡിവൈഡ് ബൈ 0.37 0.14. അപ്പോൾ ഈ സാധനം എന്താ? 8 ഇൻറ്റു 0.39 എന്ന് പറഞ്ഞാൽ വേറെ ഒരു ബന്ധം ഇവർ തമ്മിൽ കാണത്തില്ല. 37 സ്ക്വയറോ 41 ഒരു ബന്ധമില്ല ഇതിനകത്ത്. പക്ഷേ ഇതിനകത്തുള്ള കാര്യം എന്ന് പറഞ്ഞാൽ 8 ഗുണം 8നെ എനിക്ക് അകത്തോട്ട് വരാം. 8 ഗുണം 0.39 ആണ്. അപ്പോൾ 8നെ നമുക്ക് ക്യൂബിൻ്റെ അകത്ത് വരുമ്പോൾ 8നെ നമുക്ക് 2ൻ്റെ ക്യൂബ് എന്ന് എഴുതാം. ഈ സംഭവം എന്ന് പറഞ്ഞാൽ എന്താ? 2 ഇൻറ്റു 0.39ൻ്റെ ക്യൂബാണ് എഴുതി വെച്ചേക്കുന്നത്. 2 ക്യൂബ് പുറത്ത് എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ 2 ഇൻറ്റു 0.39 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.78 ആണ്. പിന്നെ നോക്കേ 3 ക്യൂബിൻ്റെ സമ്മ്, അതായത് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് ഈക്വൽ ടു 3ABC ആണ്. എപ്പോൾ? എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ എന്തോ ആകുമ്പോൾ 0 ആകുമ്പോൾ 3 സംഖ്യകളുടെ സമ്മ് 0 ആണെങ്കിൽ അതിൻ്റെ ക്യൂബിൻ്റെ സമ്മ് എന്തായിരിക്കും? 3 ഇൻറ്റു ആ നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും. നമ്മൾ ഓൾജിബ്രയിൽ പഠിക്കുന്ന പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 0.37 പ്ലസ് 0.41 മൈനസ് 0.78 എന്താണ്? 0 ആണ്. അപ്പോൾ സിക്ക് വരെ ഇവിടെ മൈനസ് 0.78 വരുമെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഡിനോമിനേറ്ററിൽ എന്ത് എഴുതാം? 3 ഇൻറ്റു എ ഇൻറ്റു ബി സി എന്ന് എഴുതാം. നമ്മുടെ ആൻസർ എന്ത് കിട്ടും? നേരിൽ ന്യൂമറേറ്ററിൽ നമുക്ക് എഴുതാവുന്നത് യെസ് ഓക്കെ ന്യൂമറേറ്ററിൽ നമുക്ക് എഴുതാവുന്നത് 0.74 ഇൻറ്റു 1.23 ഇൻറ്റു 0.13 ഡിവൈഡ് ബൈ താഴെ എന്ത് എഴുതാം? 3ABC ആണ്. 3 ഇൻറ്റു മൈനസിലായിരിക്കും ആൻസർ. ഓക്കെ 3 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 0.37 ബി എന്ന് പറഞ്ഞാൽ 0.41 ഇൻറ്റു മൈനസ് 0.78. ഓക്കെ ആൻസർ എന്ന് പറഞ്ഞാൽ മൈനസ് ആയിരിക്കും. നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ 0.37 0.74 ഇവിടെ 2 വന്നു. 0.41 ഇൻറ്റു 3 ആണ് 1.23 3യും ക്യാൻസലായി. 0.13 ഇൻറ്റു 6 ആണ്. 0.13 ഇൻറ്റു 6 ആണ് 0.78. നമുക്ക് മൈനസ് 2/6 എന്ന് വന്നു. അതായത് മൈനസ് 1/3. ഓപ്ഷൻ എ നമുക്ക് ആൻസർ കൊടുക്കാം. മൈനസ് 1/3. അപ്പോൾ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു പ്രോപ്പർട്ടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇന്ന് ചെയ്തതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. ഈ ടൈപ്പ് പഠിച്ചു കഴിഞ്ഞാൽ അതേ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 40 ഇൻറ്റു ആദ്യം ഓഫ് ചെയ്യാം. 32/4 8 ആണ്. 8 3 24 40 27 64 ഡിവൈഡഡ് ബൈ 37 - 6 28 28/4 7 വരും. 7 3 21 31 37 21 58 ആണ്. 67/88 ഒരു വട്ടം വന്നു. ബാക്കി 6/88 അതായത് 3/29. ഓപ്ഷൻ സി നമുക്ക് ആൻസർ കൊടുക്കാം. സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. യെസ് അങ്ങനെ നമ്മൾ സിംപ്ലിഫിക്കേഷൻ്റെ ഫസ്റ്റ് സെറ്റ് കംപ്ലീറ്റ് ആയി. അർജുന 2.0 കണ്ടിട്ടില്ലാത്തവർ ആദ്യത്തെ ക്ലാസ് മുതൽ കാണുക. ബാക്കി എല്ലാ ക്ലാസ്സിലും കാണുക. പ്രോബബിലിറ്റി മെയിൻസിന് വേണ്ടിയുള്ള പ്രോബബിലിറ്റി ഈ ആഴ്ച തന്നെ ക്ലാസ്സായിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.